ക്രൈസ്റ്റ് ബ്ലസ്സസ് യൂട്യൂബ് ചാനലിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് ഷിഹാബുദ്ദീൻ എന്നാണ്. കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചെമ്മന്തൂർ എന്ന് പറയുന്ന ദേശത്ത് ഉമൈബ ബീവിയുടെയും ഷംസുദ്ദീൻ്റെയും 3 മക്കളിൽ രണ്ടാമത്തവനായി ജനിച്ചു. എനിക്ക് 2 സഹോദരിമാരാണുള്ളത്. മകനായിട്ട് ഞാൻ ഒരാൾ മാത്രമാണ്. ഒരു പാരമ്പര്യ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഷിഹാബുദ്ദീൻ എന്ന ഞാൻ ജീവിതത്തിൽ സ്വസ്ഥത ലഭിക്കാതെ, സമാധാനമില്ലാതെ, പലപ്പോഴും ദുഃഖങ്ങളും പ്രയാസങ്ങളുമൊക്കെയായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ മോഹങ്ങളിൽപ്പെട്ട് ലോകത്തിൻ്റെ സകല ചേറ്റുകുഴികളിലും ജീവിച്ചിരുന്ന ഷിഹാബുദ്ദീൻ 24-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു എന്ന രക്ഷിതാവിൻ്റെ സ്നേഹം എന്നെ തേടി വന്നപ്പോൾ ഒരു സുവിശേഷകനായി മാറുവാൻ ഇടയായിത്തീർന്നു. 2004 എൻ്റെ സഹപാഠിയായിരുന്ന, എൻ്റെ ബാല്യകാല സുഹൃത്തു കൂടിയായിരുന്ന ഒരു പ്രിയപ്പെട്ടവൻ ശാരീരികമായി ചില ക്ലേശങ്ങൾ അനുഭവിച്ചപ്പോൾ ലോകത്തിലുള്ള എല്ലാ വൈദ്യന്മാരാലും ചികിത്സിച്ചിട്ടും ആ രോഗത്തിന് ഭേദം വരാതെ വന്നപ്പോൾ ഒരു വേർപെട്ട സഭയിൽ പെന്തക്കോസ്ത കൂട്ടായ്മയിൽ കൂടി ദൈവത്തെ ആരാധിച്ചാൽ വിടുതൽ ലഭിക്കുമെന്ന് ആ പ്രിയപ്പെട്ടവൻ വിശ്വസിക്കുകയും ആ പ്രിയപ്പെട്ടവനോടൊപ്പം ഒന്ന് കൂട്ടിന് പോകുവാൻ വേണ്ടി എന്നെയും വിളിച്ചതുമാണ് കർത്താവെന്ന ഈ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ മാർഗത്തിലേക്ക് ഞാൻ അടുത്തു വരുവാനിടയായി തീർന്നത്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ആ സമയത്തിലാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവും ദൈവമായ യേശു ക്രിസ്തു എന്ന ഏകരക്ഷിതാവിനെ ആരാധിക്കുവാൻ വേണ്ടിയിട്ട് കടന്നു പോകുവാനിടയായി തീർന്നത്. ഞാനിവിടെ കടന്നു നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ സമാധാനം അനുഭവിപ്പാനിടയായി തീർന്നു. അതുവരെയും ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദനകൾ, അതുവരെയും ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന നിരാശകൾ, ദുഃഖങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോവുകയും വലിയൊരു ദൈവിക സാന്നിധ്യം, വലിയ ദൈവിക സമാധാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു ഭവനത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ വളരെ ദൈവികമായ സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങി. എന്നാൽ എന്നെ ആ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ എൻ്റെ ബാല്യകാല സുഹൃത്തായിരിക്കുന്ന ആ പ്രിയപ്പെട്ടവൻ അന്നൊരു ദിവസം എന്നോടൊപ്പം കടന്നു വന്നു എന്നുള്ളതല്ലാതെ പിന്നീട് ദിവസങ്ങളിലൊന്നും ആ പ്രിയപ്പെട്ടവൻ കടന്നു വരികയോ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുകയോ ചെയ്തില്ല എന്നാണ് ഞാൻ ഓർക്കുന്നത്. എന്നാൽ ദൈവസ്നേഹം അനുഭവിച്ച എനിക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച എനിക്ക് പിന്നീടും കടന്നുപോയി കർത്താവിനെ ആരാധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടും ഞാൻ കടന്നു ചെന്നു, കർത്താവിനെ ആരാധിച്ചു, വലിയ ദൈവിക സന്തോഷത്തിൽ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. 2004 എൻ്റെ വിവാഹം നടന്നു. ഇസ്ലാം മത വിശ്വാസിയായിരുന്ന അനുഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവളെ മാതാപിതാക്കൾ കണ്ടെത്തുകയും അവരുടെ ഇഷ്ടപ്രകാരം വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹത്തിനു ശേഷം യേശുവിനെ ആരാധിക്കാതെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ, ഭാര്യയുടെ വീട്ടുകാരുടെയും എൻ്റെ വീട്ടുകാരുടെയൊക്കെ മുമ്പിൽ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാണ് ഞാനെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കർത്താവിനെ ആരാധിക്കാൻ കടന്നു പോകാതെ പിന്നീട് വീണ്ടും ഇസ്ലാമിക വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. എൻ്റെ വിവാഹശേഷം ഏകദേശം ഒരു 1.5 വർഷം ആയപ്പോൾ എൻ്റെ ഭാര്യയുടെ സഹോദരന്മാർ വിദേശത്തുണ്ടായിരുന്നു. അവരോടൊപ്പം
അവിടെ ജോലിയിൽ ചെയ്യുവാൻ വേണ്ടി ആ സ്ഥാപനത്തിലേക്ക് കടന്നു പോവുകയും 6 മാസം അവരോടൊപ്പം ജോലി ചെയ്യുകയും അതിനുശേഷം അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങി വന്നിട്ട് മറ്റൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ കൊടുത്ത് വീണ്ടും മസ്കറ്റിലേക്ക് തന്നെ ഞാൻ കടന്നു പോകുവാനിടയായി തീരുകയും ചെയ്തു. ഞാൻ ആ കമ്പനിയിലേക്ക് കടന്നുപോയി. വളരെയേറെ പ്രതിസന്ധികളിലൂടെ, വളരെയേറെ പ്രതികൂലങ്ങളിലൂടെയാണ് അന്ന് ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ശാരീരികമായി വളരെയേറെ പ്രയാസങ്ങൾ, അൾസർ രോഗത്താൽ പിടിപെട്ടു. വളരെ വേദനകൾ, പ്രയാസങ്ങൾ അനുഭവിച്ചു. നാട്ടിലേക്ക് വരുവാൻ അവർ അനുവദിച്ചില്ല. അപ്പോൾ തന്നെ നാട്ടിലെത്തണമെന്നുള്ള ആഗ്രഹത്തിൽ വേദന സഹിക്കുവാൻ വയ്യാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയം ആ കമ്പനിയുടെ ക്യാൻറ്റീൻ അടിച്ചു തകർത്ത് ഒരു പബ്ലിക് ഇഷ്യൂ അവിടെ ഉണ്ടാക്കിക്കൊണ്ട് നാട്ടിലേക്ക് അവരെന്നെ പറഞ്ഞയക്കും എന്നുള്ള ഒരു മൂഢചിന്താഗതിയിൽ അപ്രകാരം പ്രവർത്തിപ്പാനിടയായി തീർന്നു. അതിന് പ്രകാരം ഞാൻ അവിടെ പോലീസിന് പിടിക്കപ്പെട്ടു. 3 മാസത്തോളം ജയിലിനുള്ളിൽ കിടക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. 3-ാമത്തെ മാസം ഞാൻ വീണ്ടും കോടതി മുഖാന്തരം റിലീസ് ചെയ്യപ്പെട്ടു. നാട്ടിലേക്ക് വരുവാനിടയായി തീർന്നു. എന്നാൽ നാട്ടിൽ കടന്നു വന്നതിന് ശേഷവും ഞാൻ ജീവനുള്ള ദൈവമായ യേശുക്രിസ്തു എന്ന രക്ഷിതാവിനെ ആരാധിക്കാതെ ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് തന്നെ ഞാൻ സക്കാത്തും നൊയമ്പും നമസ്കാരങ്ങളുമൊക്കെയായി വീണ്ടും ഞാൻ ഈ ദേശത്ത് ഇങ്ങനെ ജീവിപ്പാനിടയായി തീർന്നു. ഏകദേശം 2 വർഷക്കാലം അങ്ങനെ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടായി. മറ്റൊന്നുമല്ല, മക്കയിൽ പോയി ഉംറ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ടായപ്പോൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പ്രിയ പിതാവിൻ്റെ സഹോദരനോട് ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയും അദ്ദേഹം എനിക്ക് ഒരു ഹൗസ് ഡ്രൈവറുടെ വിസ സംഘടിപ്പിച്ച് തരികയും ആ വിസയിൽ ഞാൻ 2012 സൗദി അറേബ്യയിൽ തായിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെല്ലുവാനിടയായി തീർന്നു. എന്നാൽ ജോലിയിൽ പ്രവേശിച്ച് 2 ദിവസത്തിനുള്ളിൽ ആ വീട്ടിലുള്ള സ്ത്രീകൾ എന്നോട് എൻ്റെ റൂമിൻ്റെ താക്കോൽ അവരാവശ്യപ്പെടുകയും അത് കൊടുക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വളരെയേറെ മാനസികമായ പീഡനങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാത്തത് കൊണ്ട്, അവരുടെ ഇഷ്ടപ്രകാരം പാപത്തിൽ പെട്ടുപോകാത്തത് കൊണ്ട് വളരെയേറെ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു. ആഹാരമില്ലാതെ, റെസ്റ്റില്ലാതെ, ഉറക്കം ലഭിക്കാതെ, അങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ആ സമയങ്ങളിൽ ഞാൻ അവിടെ ജീവിച്ചു കൊണ്ടിരുന്നത്. ഏകദേശം 22 മാസത്തോളം ഞാൻ അവിടെ അവരോടൊപ്പം ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. നാട്ടിലേക്ക് വരുവാൻ കഴിയാതെ വളരെ പ്രതിസന്ധിയായിട്ടുള്ള നിലവാരത്തിൽ എനിക്കവിടെ ജീവിക്കേണ്ടതായി വന്നു. അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്ന മക്കയിൽ പോയി ഉംറ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ. 2 പ്രാവശ്യം മക്കയിലേക്ക് കടന്നു പോകുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. 2 പ്രാവശ്യവും മക്കയിൽ കടന്നു ചെന്നു, ഉംറ ചെയ്തു. എന്നാൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചതുപോലെ ആ ദൈവത്തിന് എന്നെ വിടുവിക്കാനോ എൻ്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുവാനോ കഴിയാതെ ഞാൻ വളരെ നിരാശനായ അവസ്ഥയിൽ എൻ്റെ റൂമിലേക്ക് മടങ്ങി വരുവാനിടയായി തീർന്നു. എൻ്റെ റൂമിൽ മടങ്ങി വന്നു. ഞാൻ വളരെയേറെ വീണ്ടും പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. ഞാൻ സൗദി അറേബ്യ തായിഫിൽ ചെന്നതിന് ശേഷം ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷം, അവിടെ ഏകദേശം 22 വർഷങ്ങൾക്ക് ശേഷം 0- ഡിഗ്രിക്ക് താഴെ തണുപ്പ് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാത്തതുകൊണ്ട്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ട് ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് യാതൊരുവിധ മാർഗങ്ങളും അവരെനിക്ക് കണ്ടെത്തി തന്നിരുന്നില്ല. ആ തണുപ്പ് മുഴുവൻ എൻ്റെ തലയിലടിക്കുകയും എൻ്റെ വായ്ക്കകത്തെ മോണ മുഴുവൻ പഴുത്ത് മുകൾ നിരയിലെ പല്ല് മുഴുവൻ താഴേക്ക് ഊരി വരുന്ന നിലവാരത്തിൽ വളരെയേറെ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നുപോയി. വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ പെയിൻ കില്ലറുകൾ
വാങ്ങി വച്ചിരുന്നു, പെയിൻ കില്ലറുകൾ കഴിക്കുമായിരുന്നു. എന്നാൽ വേദന അധികരിച്ചിട്ട് ഏകദേശം 3 ദിവസത്തോളം ഞാനായിരുന്നു റൂമിനുള്ളിൽ ഞാൻ വീണ് കിടക്കുവാനിടയായി തീർന്നു. വേദന സഹിക്കാൻ വയ്യാതെ, ആഹാരമൊന്നും കഴിക്കാൻ പറ്റാതെ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ആ ഭവനത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിലോ റൂമിൽ ഒറ്റയ്ക്ക് വീണ് കിടക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. 3-ാമത്തെ ദിവസം അവിടെ നിന്ന് ഞാൻ എഴുന്നേറ്റു. 3-ാമത്തെ ദിവസം നമസ്കരിക്കണം എന്നുള്ള ആഗ്രഹം നിമിത്തം ഞാൻ പള്ളിയിലേക്ക് കടന്നു പോകുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇപ്രകാരം ഒരു ചിന്തയുണ്ടായി. അത് മറ്റൊന്നുമല്ല, ഇത്രയും നീ ഈ ദൈവത്തെ വിളിച്ചിട്ടും വിശ്വസിച്ചിട്ടും ഈ ദൈവം നിൻ്റെ വിഷയങ്ങൾക്ക് മറുപടി തരുന്നില്ല എങ്കിൽ പിന്നെയും എന്തിനാണ് ഇതിനെ വിളിക്കുന്നത്, ആരാധിക്കുന്നത് എന്നൊരു ചോദ്യം എൻ്റെ ഹൃദയത്തിലുണ്ടായി. എന്നാൽ ഞാൻ അതൊന്നും വകവച്ചില്ല, അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ പള്ളിയിലേക്ക് പോയി നമസ്കരിക്കാൻ കയറി നിൽക്കുമ്പോൾ തന്നെ വളരെ ശാരീരികമായി ബലഹീനനായിരുന്നു ഞാൻ. പള്ളിക്കകത്ത് മുഴുവൻ AC ഇട്ടിരിക്കുന്നത് കൊണ്ട് ആ തണുപ്പ് എൻ്റെ ശരീരത്തിൽ അടിക്കുമ്പോൾ ഞാൻ ഷിവർ ചെയ്യാൻ തുടങ്ങി, വിറയ്ക്കാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും തിരിച്ച് റൂമിലേക്ക് എത്തിയാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പെട്ടെന്ന് നമസ്കാരം കഴിച്ചു. എൻ്റെ റൂമിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ റൂമിൻ്റെ ഡോറ് തുറക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ കാതിൽ ഞാനൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം ഇങ്ങനെയായിരുന്നു: നിന്നെ ഇവിടെ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നൊരു ദൈവമുണ്ടെങ്കിൽ അത് നസ്രയത്തുകാരനായ യേശു ക്രിസ്തു മാത്രമാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ദൈവം എൻ്റെ കാതുകളിൽ പറഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ കർത്താവിനെ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ സ്വീകരിക്കാൻ ഇടയായി തീർന്നു. അവിടെ വെച്ച് തന്നെ എൻ്റെ രക്ഷിതാവായി എൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ ഇടയായി തീർന്നു. ഭാര്യയോടോ മക്കളോടോ മാതാപിതാക്കളോടോ ബന്ധുക്കളോടോ മറ്റു ചാർച്ചക്കാരോടോ സുഹൃത്തുക്കളോടോ ഒന്നും ആലോചിച്ചിട്ട് പറയാമെന്നൊരു തീരുമാനത്തിലല്ല. സ്പോട്ടിൽ ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ ആ ശബ്ദത്തിന് മുമ്പിൽ ഞാൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: എന്നെ ജീവനോടെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയൊക്കെ ഈ ദൈവം കാണിക്കുമെങ്കിൽ ഞാൻ മറ്റൊന്നിനു വേണ്ടിയും ഇനി ഈ ദൈവത്തെ തള്ളിക്കളയത്തില്ല. ഞാൻ ഈ ദൈവത്തിനു വേണ്ടി നിന്നുകൊള്ളാമെന്ന് ദൈവത്തോടൊരു ഉടമ്പടി ചെയ്യുവാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ റൂമിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ആത്മഭാരം എൻ്റെ ഹൃദയത്തിലുണ്ടായി, വളരെ പ്രയാസം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ട് ഞാൻ വാവിട്ട് നിലവിളിക്കുവാൻ തുടങ്ങി. 22 മാസത്തോളമായി സൗദി അറേബ്യയിൽ തായിഫ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭവനത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി രോഗബാധിതനായി കിടക്കുന്നു. ആഹാരമില്ല, യാതൊരു വിധത്തിലുള്ള കെയറും ലഭിക്കുന്നില്ല. വളരെ പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ യേശുക്രിസ്തു എന്ന രക്ഷിതാവിൻ്റെ സ്നേഹമാണ് എന്നെ ഒരു സുവിശേഷകനായി മാറ്റുവാനിടയായി തീർന്നത്. ദൈവസാന്നിധ്യം എന്നിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അതുവരെയുള്ള എൻ്റെ ഭാരങ്ങൾ, എൻ്റെ ദുഃഖങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ തുടങ്ങി. ദൈവസന്നിധിയിൽ നിലവിളിച്ച് ദൈവത്തിൽ നിന്ന് സമാധാനം കണ്ടെത്തുവാൻ ആഗ്രഹിച്ചു. മണിക്കൂറുകൾ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിന് അല്പം ആശ്വാസമുണ്ടായി. ഒരു ടെലിവിഷൻ ചാനൽ കാണുന്നതിന് വേണ്ടി ടെലിവിഷൻ ഓണാക്കി ചില ചാനലുകൾ മാറി മാറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചാനലിൽ യേശുക്രിസ്തുവിൻ്റെ വചനവും സാക്ഷ്യവും യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നതുമൊക്കെ കാണുവാനിടയായി തീർന്നു. ആ രാത്രി മുഴുവൻ ആ ചാനൽ മുഴുവൻ ഞാൻ കണ്ടു. അതിൽ സ്ക്രീനിൽ എഴുതി കാണിച്ച ഫോൺ നമ്പറുകൾ മുഴുവൻ ഞാൻ കളക്ട് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ മുതൽ ഞാൻ ആ ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കുവാൻ തുടങ്ങി. എല്ലാ പാസ്റ്റേഴ്സിനെയും വിളിച്ചു, പലരോടും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇപ്രകാരം ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ പെട്ടിരിക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ എല്ലാ ദൈവദാസന്മാരോടും പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് കൊല്ലത്ത് ഉള്ള ഒരു ദൈവദാസൻ ജോസഫ് എന്ന പേരുള്ള ഒരു ദൈവദാസൻ എന്നോട് ഇപ്രകാരം ചോദിച്ചു: താങ്കൾ വിശ്വാസിയാണോ? ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വാസിയല്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു 3 ദിവസം നിങ്ങൾ ആഹാരം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ തയ്യാറാകുമെങ്കിൽ
ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടും എന്ന് ജോസഫ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പറയുവാനിടയായി തീർന്നു. അതിന് പ്രകാരം ഞാൻ ആ സമയം മുതൽ ദൈവസന്നിധിയിൽ 3 ദിവസം ഉപവസിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു. 30 ദിവസം നൊയമ്പെടുത്തിരുന്ന ശിഹാബുദ്ദീന് 3 ദിവസം എങ്ങനെ ഉപവസിക്കണമെന്ന അറിയത്തില്ലായിരുന്നു. ഉപവാസത്തിൻ്റെ മാനദണ്ഡം എന്താണെന്ന് പോലും അറിയാതിരുന്ന ശിഹാബുദ്ദീൻ 3 ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിച്ചു. 2-ാമത്തെ ദിവസം ഉച്ചയായപ്പോൾ ഞാൻ എൻ്റെ റൂമിനുള്ളിലിരുന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ കണ്ണുകളടച്ച് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം എന്നെ വെളിപ്പാടിലൊരു വിഷ്വൽ കാണിപ്പാനിടയായി തീർന്നു. അത് മറ്റൊന്നുമല്ല, ഞാൻ എന്താണോ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹിച്ചത്, വിദേശത്തു നിന്ന് ഞാൻ നാട്ടിലേക്ക് മടങ്ങി പോകണം എന്നാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അതേ നിലവാരത്തിൽ ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചു. ഞാൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഇറങ്ങി വന്ന് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ഒരു വിഷ്വൽ ദൈവം എന്നെ വെളിപ്പെടുത്തി കാണിക്കുകയിടയായി തീർന്നു. ഉടൻ തന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാനിത് വിശ്വസിക്കത്തില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം മറ്റൊന്നുമല്ല, സാധാരണഗതിയിൽ ഒരു ഹൗസ് ഡ്രൈവർ നാട്ടിലേക്ക് ലീവ് അടിച്ച് വരണമെന്നുണ്ടെങ്കിൽ സ്പോൺസർ മാത്രം അറിഞ്ഞാൽ മതി. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്പോൺസറുടെ കൂടെ അല്ലായിരുന്നു എനിക്ക് ജോലി. ഞാൻ ജോലി ചെയ്തിരുന്ന ആ വീട്ടിലെ പ്രായമുള്ള 63 വയസ്സോളം പ്രായം വരുന്ന ഒരു അമ്മയുടെ സഹോദരനാണ് എനിക്ക് വിസ എടുത്ത് തന്നത്. അദ്ദേഹമാണ് അതിൻ്റെ സ്പോൺസർ. അദ്ദേഹത്തിൻ്റെ ID പ്രൂഫ് വെച്ച് അവർ എനിക്ക് വിസ എടുത്തതാണ്. അദ്ദേഹത്തോടൊപ്പം അല്ല എനിക്ക് ജോലി, ഈ വീട്ടുകാരോടൊപ്പമാണ് ജോലി. അതുകൊണ്ട് തന്നെ അവർ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അവരുടെ ഇഷ്ടപ്രകാരം അല്ലാതെ നാട്ടിൽ എനിക്ക് വരാൻ കഴിയത്തില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് ഞാനിത് വിശ്വസിക്കത്തില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ തന്നെ ദൈവം എന്നെ എഴുതി കാണിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുന്നു. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് ദൈവം എന്നെ എഴുതി കാണിപ്പാൻ ഇടയായി തീർന്നു. അത് വിശ്വസിച്ചു. ഏകദേശം ആ ഉപവാസം ഇരുന്നിട്ട് 13-ാമത്തെ ദിവസമായപ്പോൾ ഞാൻ സൗദി അറേബ്യയിൽ നിന്നും നാട്ടിലേക്ക്, എൻ്റെ ഭവനത്തിലേക്ക് ജീവനോടെ മടങ്ങി വരുവാനിടയായി തീർന്നു. ഏകദേശം രാത്രി 2014 സെപ്റ്റംബർ മാസത്തോടു കൂടി ഞാൻ എൻ്റെ ഭവനത്തിൽ മടങ്ങി വരികയും രാത്രിയിൽ എൻ്റെ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഏകദേശം 12 മണിയായിരുന്നു. ആ സമയം എൻ്റെ ഉമ്മ എന്നോട് പ്രകാരം ഒരു ചോദ്യം ചോദിച്ചു, നിന്നെ എങ്ങനെയാണ് അവരവിടെ നിന്ന് വിട്ടത്? ചോദിക്കാനുണ്ടായ കാരണം, ഒത്തിരി പ്രതികൂലങ്ങളിലൂടെയാണ് ഞാൻ അവിടെ പോകുന്നതെന്ന് എൻ്റെ പ്രിയ മാതാവിന് അറിയാമായിരുന്നു. അതുകൊണ്ട് എന്നെ ഉമ്മ പല ഉസ്താദന്മാരെ കാണുകയും എങ്ങനെയെങ്കിലും ഞാൻ നാട്ടിലെത്തണം, അവരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായിട്ട് അവനെ നാട്ടിൽ വിടണമെന്നുള്ള ആഗ്രഹപ്രകാരം പലരെ കൊണ്ടും നേർച്ചകളും മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്യിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതൊടുവിൽ പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ ഇപ്രകാരം പറഞ്ഞു, എന്നാൽ കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തു, പൈസയൊക്കെ ഒരുപാട് മുടക്കി, ഇനി എൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസയില്ല, അവർ നിന്നെ നാട്ടിൽ വിടുന്ന സമയത്ത് വാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉമ്മ ഫോൺ കട്ട് ചെയ്യുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നിന്നെ എങ്ങനെയാണ് അവിടെ നിന്ന് വിട്ടത് എന്ന് എൻ്റെ ഉമ്മ ചോദിക്കുവാനിടയായി തീർന്നത്. ഞാൻ എൻ്റെ ഉമ്മയോട് ഇങ്ങനെ മറുപടി പറഞ്ഞു, എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളൊക്കെ ആ സമയത്ത് ഭവനത്തിലുണ്ടായിരുന്നു. അവരോട് ഞാൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, എന്നെ അവിടുന്ന് വിടുവിച്ചത് കർത്താവായ യേശുക്രിസ്തുവാണ്. കർത്താവായ യേശുക്രിസ്തു എന്നെ അവിടുന്ന് ജീവനോട് വിടുവിച്ചു കൊണ്ടുവന്നു എന്ന് എൻ്റെ പ്രിയ മാതാവിനോട്, പിതാവിനോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് കർത്താവിനെ സാക്ഷീകരിക്കുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, അതവൻ്റെ ഇപ്പോഴത്തെ ഒരു പാഷനാണ്. അവിടെ പോയി കുറേ കഷ്ടങ്ങൾ സഹിച്ചതുകൊണ്ട് അവനിപ്പോൾ ഹൃദയത്തിലുണ്ടായ ഒരു ചിന്തയാണത്, അത് മാറിക്കോളും, അതിപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞല്ലോ, ഇനി മാറിക്കോളൂ എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാൽ ആ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിരുന്ന് കരയുവാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിൽ ദൈവം എന്നെ ശക്തീകരിപ്പാൻ ഇടയായി തീർന്നു. ഞാൻ തായിഫിൽ വെച്ച് ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ തിരിച്ച് ദൈവത്തോട് പറഞ്ഞൊരു മറുപടി ഇങ്ങനെയായിരുന്നു, ഈ ദൈവം ജീവനോടെ എന്നെ നാട്ടിൽ കൊണ്ടുപോകുമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിക്കുമെങ്കിൽ, മറ്റൊന്നിനു വേണ്ടി ഞാൻ ഈ ദൈവത്തെ ഇനി തള്ളിക്കളയത്തില്ല, ഞാൻ ഈ ദൈവത്തിന് വേണ്ടി നിന്നോളാം എന്നൊരു വാക്ക് ദൈവത്തിന് കൊടുക്കുവാനിടയായി തീർന്നു. അതിന് പ്രകാരം ഞാൻ പിന്നീട് പ്രാർത്ഥനയായി
ഒരു പ്രാർത്ഥനാ ലൈഫ് മുന്നോട്ട് നയിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ പ്രതിസന്ധികൾ അതിന് ശേഷം ഉണ്ടായി. എൻ്റെ ഭാര്യ എന്നിൽ നിന്നകന്നു. ആഹാരമോ വെള്ളമോ ഒന്നും എനിക്ക് വീട്ടിൽ നിന്ന് ലഭിക്കാതെ, ഒരു ഭാര്യയുടെ യാതൊരുവിധ ഉത്തരവാദിത്വങ്ങളും ഇല്ലാത്ത രീതിയിൽ എൻ്റെ ഭാര്യ പ്രവർത്തിക്കുകയും എന്നോട് മിണ്ടാതെയും സഹകരിക്കാതെയും ഒക്കെ ഇരിക്കുന്ന നിലവാരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ ഉമ്മ എൻ്റെ ഭാര്യയ്ക്ക് കൂട്ടായിരുന്നു. മറ്റൊന്നുമല്ല, എങ്ങനെയും മകൻ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് മടങ്ങി വരണമെന്നുള്ളൊരാഗ്രഹം എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്നത് പോലെ എൻ്റെ മാതാവിനും പിതാവിനും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെങ്ങനെയൊക്കെ പ്രവർത്തിപ്പാൻ ഇടയായി തീർന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എങ്കിലും ഒത്തിരി പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായി. വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാൻ തരാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും, ഉറക്കം എഴുന്നേറ്റാൽ ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ പോലും ഞാൻ 2-2.5 കിലോമീറ്റർ ദൂരം നടന്നുപോയി ഹോട്ടലിൽ പോയി കുടിക്കേണ്ട സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. ആഹാരം തരില്ല, ആരും സംസാരിക്കത്തില്ല, വീട്ടിൽ ദാഹിച്ച വെള്ളം പോലും തരാത്ത നിലവാരത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും എന്നെ അലട്ടിയില്ല, ഇതൊന്നും എന്നെ ടച്ച് ചെയ്തതേയില്ല. പകരം ഇതൊക്കെയും എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷത്തിന്, സമാധാനത്തിന് കാരണമായി മാറുകയായിരുന്നു ചെയ്തിരുന്നത്. അവിടെയൊക്കെ ഞാൻ അനുഭവിച്ചത് യേശുക്രിസ്തു എന്ന രക്ഷിതാവിൻ്റെ വലിയ കരുതലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ചില ദിവസങ്ങൾ മുന്നോട്ട് കടന്നുപോയി. ചില ദിവസങ്ങൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ രാത്രിയിൽ ഒരു ദിവസം എൻ്റെ ഭാര്യ റൂമിൽ നിലത്ത് പായ വിരിച്ച് കിടന്നുറങ്ങുന്ന സമയം രാത്രിയിൽ കരയുന്നതായിട്ട് ഞാൻ കേട്ടു. എൻ്റെ വൈഫിനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് കരയുന്നത്, കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞു, നെഞ്ചുവേദനയാൽ ഭാരപ്പെടുക, 3-4 ദിവസമായി എന്നെ കൊല്ലാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക എന്ന് എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറയുവാനിടയായി തീർന്നു. ഞാൻ എൻ്റെ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ കിടന്നുറങ്ങ്, നാളെ നേരം വെളുക്കുമ്പോൾ ദൈവം ഇതിനൊരു മറുപടി തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി. അടുത്ത ദിവസം നേരം വെളുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, അവളെ വിളിച്ച് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയെ മടക്കി വിളിച്ചു, അവളുടെ തോളിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 15-20 മിനിറ്റിനുള്ളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന നെഞ്ചുവേദനയ്ക്ക് പൂർണ്ണമായ സൗഖ്യം ദൈവം ആ പ്രിയപ്പെട്ടവളുടെ മേൽ അപ്പോൾ തന്നെ പകർന്നു കൊടുക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്രകളിൽ 22 മാസമായി സ്വന്തം പിതാവിനെ കണ്ടിട്ട് എൻ്റെ മൂത്ത മകൻ, ഏകദേശം അവനൊരു 8-9 വയസ്സ് പ്രായമേ ഉള്ളൂ. ഞാൻ വന്നതിൻ്റെ സന്തോഷത്തിൽ ആ കുഞ്ഞ് കട്ടിലിൽ കയറി നിന്ന് എൻ്റെ ദേഹത്തേക്ക് ചാടി കയറി. എന്നെ അവന് പിടിക്കാൻ കഴിഞ്ഞില്ല, എനിക്ക് അവനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ശരീരത്തിൽ ഇടിച്ച് ആ കുഞ്ഞ് പുറകോട്ട് മറിയുവാനിടയായി തീർന്നു. ആ ഉയരത്തിൽ നിന്ന് ആ കുഞ്ഞ് നിലത്തേക്ക് വീണ് അവൻ്റെ തലയുടെ ബാക്ക് സൈഡ് നിലത്തടിച്ച് വലിയ ശബ്ദത്തോടു കൂടി അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. എൻ്റെ ഭാര്യ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞ് ഭയങ്കര നിലവിളിയായി, പ്രയാസമായി. ആ ദിവസം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം രാത്രി പകലായപ്പോഴത്തേക്ക് രാവിലെ 6 മണി 6:30 മണി സമയത്ത് എൻ്റെ മകൻ മദ്രസയിൽ പോയി ഖുർആൻ പഠിക്കാൻ പോകുന്നൊരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ മദ്രസയിൽ, ഞാൻ ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുമ്പേ മദ്രസയിൽ പോയി ഖുർആൻ പഠിക്കാൻ വേണ്ടി പോയി. 8:30 മണിയായി സമയമായപ്പോൾ ക്ലാസ് വിട്ടു, മദ്രസ വിട്ടു, കുഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ കാണുന്നത് നന്നായി വെളുത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ മുഖത്തിൻ്റെ ഒരു ഭാഗം കറുത്ത ഒരു ഷെയ്ഡ് വീണ് കിടക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ആ കുഞ്ഞ് വന്ന് പെട്ടെന്ന് കട്ടിലിൽ കയറി കിടന്നു, പപ്പാ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് വല്ലാതെ ക്ഷീണിതാവസ്ഥയിൽ അവൻ കട്ടിലിൽ കിടക്കാൻ ഇടയായി തീർന്നു. എൻ്റെ ഭാര്യ അത് കണ്ടിട്ട് വല്ലാതെ നിലവിളിക്കുവാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത്? സൗദി അറേബ്യയിൽ നിന്നും 22 മാസം ജോലി ചെയ്തിട്ട് സ്വന്തം ടിക്കറ്റിൽ നാട്ടിലേക്ക് വന്ന എനിക്ക് ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു പരിസ്ഥിതി ആയിരുന്നില്ല എൻ്റെ കയ്യിൽ. മറ്റാരോടും ചോദിച്ചാൽ ലഭിക്കത്തില്ല. പ്രത്യേകിച്ച് ക്രിസ്തു എന്ന രക്ഷിതാവിനെ സ്വീകരിച്ചുകൊണ്ട് നാട്ടിൽ കടന്നു വന്ന മകനെ ഒരു മാതാപിതാക്കളും അംഗീകരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവരോടൊന്നും എനിക്ക് സാമ്പത്തികം ആവശ്യപ്പെടാനോ അവരോടൊന്നും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാനോ ഒന്നും സാധിച്ചിരുന്നില്ല. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഭാരമുണ്ടായി, പ്രയാസമുണ്ടായി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്താണ് കർത്താവേ ചെയ്യേണ്ടത്? എൻ്റെ സാഹചര്യം വ്യക്തമായിട്ട് ദൈവത്തിനറിയാം.
ഞാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞത്, അവനെ വിളിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കുഞ്ഞിനെ വിളിച്ചു. എൻ്റെ വൈഫ് എന്നോട് കൂടെ നിൽപ്പുണ്ടെന്നൊരു റൂമിൽ. മകൻ വന്ന് കട്ടിലിൽ കിടക്കുകയാണ്. ഞാൻ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. ആ കുഞ്ഞ് എഴുന്നേറ്റ് നിന്നു. ഞാൻ ആ കുഞ്ഞിൻ്റെ തലയിലേക്ക് കൈവച്ച് അല്പസമയം പ്രാർത്ഥിച്ച് ഏകദേശം ഒരു 20 മിനിറ്റിനുള്ളിൽ പൂർണ്ണമായ സൗഖ്യം ആ കുഞ്ഞിൻ്റെ മേൽ ദൈവം പകർന്നു കൊടുത്ത് ദൈവം അവനെ വിടിവിപ്പാനിടയായി തീർന്നു. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, മോനെ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞത്, പപ്പ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ തലയിൽ ഇങ്ങനെ കൈവച്ച് അടിച്ച് കാണിച്ചു, എനിക്ക് കുഴപ്പമൊന്നുമില്ല പപ്പ, സുഖമായി എന്ന് പറയുവാൻ ഇടയായി തീർന്നു. എൻ്റെ വൈഫിന് മനസ്സിലായി ഇതിലെന്തോ ഒരു പോസിറ്റീവ് എനർജി കൊണ്ട് വ്യാപരിക്കുന്നുണ്ട്. ഇത് സത്യമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് മനസ്സിലായി. എന്നാൽ പോലും എൻ്റെ പ്രിയപ്പെട്ടവൾ കർത്താവിനെ അറിയുവാനോ എന്നോട് സഹകരിക്കുവാനോ ഒന്നും മനസ്സ് കാണിച്ചില്ല. അങ്ങനെ ചില ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഞാൻ പുറത്തു പോയി മടങ്ങി വീട്ടിലേക്ക് വന്നു. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എനിക്ക് ആഹാരം എടുത്തതാ, എനിക്ക് വിശക്കുന്നു. പലതവണ ആവർത്തിച്ച് പറഞ്ഞു. ഞാൻ പോയി കുളിച്ചിട്ട് മടങ്ങി വരുമ്പോഴും ആഹാരം എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വീണ്ടും, എനിക്ക് വിശക്കുന്നു, ആഹാരം എന്താ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾക്കിവിടെ തരാൻ ഭക്ഷണമില്ല എന്ന് എൻ്റെ വൈഫ് എന്നോട് പറയുവാനിടയായി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരും ഒന്നും കഴിച്ചില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുവാണോ? കഴിച്ചില്ലേ എന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷേ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞത്, ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു, ഞങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു, നിങ്ങൾക്ക് തരാൻ ഇവിടെ ഭക്ഷണമില്ല എന്നെൻ്റെ വൈഫ് എന്നോട് പറയുവാനിടയായി തീർന്നു. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിത്തുടങ്ങി. കാരണം പിശാചിന് അടി കൊണ്ട് തുടങ്ങി അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ ആരംഭിച്ചിരിക്കുന്നുവെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ നേരെ കട്ടിലിൽ ചെന്ന് കയറിയിരുന്നു. ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുവാൻ കിടന്നു. ഏകദേശം ഒരു 11:30 മണി, രാത്രിയിൽ 11:30 മണി സമയമായപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്, നല്ല ക്ഷീണവുമുണ്ട്. ഉറങ്ങാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. ഉറക്കം തുടങ്ങി. ഏകദേശം ഒരു 11:30 മണിയായപ്പോൾ എൻ്റെ കാലിൽ ആരോ തട്ടി വിളിക്കുന്നു, എഴുന്നേറ്റ് കണ്ണ് തുറന്നു നോക്ക്. ഒരു തവണ വിളിച്ചു, 2 തവണ വിളിച്ചു, 3-ാമത്തെ തവണയാണ് എനിക്ക് ബോധമുണ്ടായത്. കണ്ണ് തുറന്ന് ഞാൻ നോക്കി. ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ഭാര്യ ഷോള് കഴുത്തിൽ മുറുക്കി മുകളിൽ ഉത്തരത്തിൽ കെട്ടിയിട്ട് അവിടുന്ന് ചാടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എൻ്റെ കാഴ്ചയിൽ ഞാൻ കണ്ടത്. ഞാൻ പെട്ടെന്ന് തന്നെ ആ പ്രിയപ്പെട്ടവളെ അതിൽ നിന്ന് അഴിച്ച് നിലത്തിറക്കി. എന്താ സംഭവിക്കുന്നത്, എന്തുവാ ഇതൊക്കെ, ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്നിങ്ങനെ ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചപ്പോൾ, ആവർത്തിച്ച് എൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൾ എന്നോട് പറഞ്ഞത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ അപ്പൻ ഒരു പെന്തക്കോസുകാരനാണെന്ന് പറയാൻ എനിക്ക് നാണക്കേടാ. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാമത വിശ്വാസത്തിലേക്ക് മടങ്ങി വരണം, ഇല്ലെങ്കിൽ ഇപ്പോൾ എന്നെ രക്ഷിച്ചതിരിക്കട്ടെ, നാളെ നേരം വെളുക്കുമ്പോൾ നിങ്ങൾ ഹോട്ടലിലേക്ക് പോകുമല്ലോ ആഹാരം കഴിക്കാൻ. ആ പോകുന്ന സമയത്ത് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടും, അപ്പോൾ ആര് ഞങ്ങളെ രക്ഷിക്കും എന്ന് എൻ്റെ വൈഫ് എന്നോട് ചോദിപ്പാനിടയായി തീർന്നു. ഞാൻ ദൈവസന്നിധിയിൽ താണിരുന്നിട്ട് അല്പസമയം പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇപ്പോൾ സ്വസ്ഥമായി കിടന്നുറങ്ങ്, നാളെ നേരം വെളുക്കുമ്പോൾ ദൈവം സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ശാന്തമായി ഉറങ്ങുവാനിടയായി തീർന്നു. അടുത്ത ദിവസം നേരം വെളുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ചെന്നപ്പോൾ എൻ്റെ ഭാര്യ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിലെ ചിന്ത മുഴുവൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ച എൻ്റെ ഭാര്യയുടെ മുഖമായിരുന്നു. എന്നോടുള്ള ഭീഷണി ഇന്ന് രാവിലെ ഹോട്ടലിൽ പോകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടും എന്നുള്ളതാണ്. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എൻ്റെ വീട്ടിലുള്ളവർ ആരോടും എനിക്കിത് പറയാൻ കഴിയത്തില്ല. എൻ്റെ മാതാവിനോടോ പിതാവിനോടോ എൻ്റെ സഹോദരങ്ങളോടോ മറ്റുള്ളവരോടോ എനിക്കിത് പറയാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ചിട്ട് അത് ദൈവനാമത്തിന് ദോഷമായി മാറുമെന്ന് കരുതിയിട്ട് എനിക്ക് ആരോടും ഇത് പറയാൻ കഴിഞ്ഞില്ല. അതെൻ്റെ ഹൃദയത്തിൽ തന്നെ വെച്ചിട്ട് ഞാൻ ദൈവത്തോട് മൗനമായി നിലവിളിക്കുവാനിടയായി തീർന്നു. എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. എൻ്റെ മുഖം ആരും കാണാതിരിക്കാൻ വേണ്ടി ഞാനൊരു പാടത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന സമയം ഞാൻ അനുഭവിക്കുന്നത്, അങ്ങ് വിദൂരതയിൽ നിന്ന് ആകാശത്ത് നിന്ന് 2 പ്രകാശരശ്മികൾ എൻ്റെ കണ്ണിലേക്ക് അടുത്ത് വരികയും ആ 2 പ്രകാശരശ്മികൾ എൻ്റെ തലച്ചോറിൽ വന്ന് സംഗമിക്കുകയും ശേഷം എൻ്റെ കാതുകളിൽ ഞാൻ 91-ാം സങ്കീർത്തനം പഠിക്കുന്നൊരു ശബ്ദം കേൾക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. എൻ്റെ വീട്ടിൽ ബൈബിൾ കൊണ്ടുവെക്കാൻ കഴിയത്തില്ല. എൻ്റെ കയ്യിൽ ബൈബിൾ ഇരിപ്പില്ല.
അപ്പോൾ 91 സങ്കീർത്തനം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് 91 സങ്കീർത്തനം അറിയത്തില്ല. ഞാൻ എങ്ങനെയാണ് 91 സങ്കീർത്തനം പഠിക്കുന്നത്? എന്നെ വിളിച്ചത് ഈ ദൈവമാണല്ലോ, എനിക്ക് കുടുംബം തന്നത്, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നത് ഈ ദൈവമാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ കുടുംബത്തെ സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ സൂക്ഷിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ രാവിലെ ഒരു ചായ കുടിക്കുവാൻ വേണ്ടി സ്വന്തം ഭവനത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ ദൂരം വരുന്ന ഒരു ഹോട്ടലിലേക്ക് ഞാൻ നടന്നു പോയി. അവിടെ ചെന്ന് അതുവരെ 22 മാസത്തോളം വിദേശത്ത് ജീവിച്ചിരുന്ന ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി യാതൊരു കോണ്ടാക്ട്സും ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ ആഹാരമില്ല, വെള്ളമില്ല, ഒരു സ്നേഹത്തോട് ഒരു വാക്ക് പോലും ഇല്ലാതിരിക്കുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് പോകാനിടയായി തീർന്നു. അവരെയൊക്കെ കണ്ട് സംസാരിച്ച് സന്തോഷമായിട്ട് വൈകുന്നേരം ഒരു 5 മണി സമയത്ത് ഞാൻ മടങ്ങി എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ റോഡിൽ നിന്ന് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് ഞാൻ കയറുമ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ പറയുവാനിടയായി തീർന്നു, നാളെ നീ പോകുമ്പോൾ നിൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുപോകണം. ആരുടെയും ജീവൻ ഉത്തരവാദിത്വം ഏൽക്കുവാൻ എനിക്ക് കഴിയത്തില്ല എന്നെൻ്റെ പ്രിയ മാതാവ് എന്നോട് സംസാരിപ്പാനിടയായി തീർന്നു. ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, എന്താ പ്രശ്നം, എന്താണ് സംഭവിച്ചത്? ആവർത്തിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഇന്ന് ട്രെയിൻ വന്നപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അവൾ ട്രെയിൻ പാളത്തിൽ കയറി ഓടി. എന്തുവാ ഇവിടെ സംഭവിക്കുന്നത് എന്ന് എൻ്റെ പ്രിയ മാതാവ് എന്നോട് ചോദിപ്പാനിടയായി തീർന്നു. ആ സമയം ഞാൻ ഒന്നും മറുപടി പറയാൻ കഴിയാതെ അവിടെ നിൽക്കുമ്പോൾ രാവിലെ എന്നോട് സംസാരിച്ച അതേ ദൈവശബ്ദം വീണ്ടും ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. 91 സങ്കീർത്തനം പഠിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിന്നൊരു ഏകദേശം 7-8 വീടുകൾക്കപ്പുറത്തുള്ള ഒരു പെന്തക്കോസ്റ്റ് വിശ്വാസികളായിരിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് ഞാൻ ഓടിച്ചെന്നു. അവരോട് ഞാൻ വിഷയം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നേക്ക് റൂം തുറന്നു തന്നു. ഷിഹാബെ, കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ കയറിയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്തു വെച്ച് 91 സങ്കീർത്തനം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ അറിയിക്കുവാനിടയായി തീർന്നു, മോനെ, നീ അത്യുന്നതൻ്റെ ചിറകൻ്റെ നിഴലിലാ, സർവശക്തൻ്റെ നിഴലിൻ കീഴില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാല് കല്ലിൽ തട്ടി പോകാതിരിപ്പാൻ അവർ നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളുമെന്ന് വിശുദ്ധ തിരുവഴുത്ത് എന്നോട് വ്യക്തമായി സംസാരിക്കാൻ തുടങ്ങി. ആ വേദഭാഗം എന്നോട് വ്യക്തമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ മുഴങ്കാലും മടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഓടി എൻ്റെ ഭവനത്തിൽ വന്നു. എൻ്റെ ഭവനത്തിൽ വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവളെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്നലെ നീ തൂങ്ങി മരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു, ഇന്ന് നീ കുഞ്ഞിനെയും കൊണ്ട് ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഇനി ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരാം മരിക്കാൻ. അതിന് കുഞ്ഞിനെ കൂടെ കയ്യിലെടുത്തോ, എന്നിട്ട് പുനലൂർ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിക്കോളാൻ പറഞ്ഞു. ആ സമയം തൂക്കുപാലത്തിൽ നല്ല വെള്ളം നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതിൽ നിന്ന് താഴോട്ട് ചാടിക്കോളാൻ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് അവളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ അല്ല, മറിച്ച് എൻ്റെ കർത്താവിലുള്ള എൻ്റെ വിശ്വാസവും എൻ്റെ കർത്താവിലുള്ള എൻ്റെ ആശ്രയവും നിമിത്തം ദൈവം എന്നോട് സംസാരിച്ചതുകൊണ്ട് അങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. അത് നിമിത്തം ആത്മഹത്യാ ഭീഷണി പിന്നീട് ഇല്ലാതാകുകയും അപ്പോൾ തന്നെ ആ സാത്താൻ്റെ തലയെ ദൈവം തകർക്കുവാനും ഇടയായി തീർന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി. പിന്നീട് എൻ്റെ വൈഫ് എന്നോട് സംസാരിക്കാനും എനിക്ക് ആഹാരങ്ങൾ എടുത്ത് തരുവാനും ഒക്കെ ആരംഭിച്ചപ്പോൾ എൻ്റെ പ്രിയ മാതാവ് എതിരായി മാറി. വീണ്ടും ഞങ്ങൾ രണ്ടുപേരും ഭവനത്തിൽ നിന്ന് മാറിക്കൊടുക്കേണ്ട വന്നു. ഞങ്ങൾ മറ്റൊരു ഭവനം വാടകയ്ക്കെടുത്ത് ഞങ്ങൾ മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. എന്നാൽ ഭവനത്തിൽ ചെന്ന് മാതാപിതാക്കളെ കാണുകയും അവരോടൊപ്പം സഹകരിക്കുകയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. എൻ്റെ പ്രിയ പിതാവിനോട് ഞാൻ കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. എന്നാൽ സുവിശേഷം ഏറ്റെടുക്കാതെ കർത്താവിനെ അധരം കൊണ്ട് തെറി പറഞ്ഞുകൊണ്ട് ദൈവത്തെ തള്ളിക്കളയുവാനിടയായി തീർന്നു. ഞാൻ വളരെ വേദനയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവെ ഏറ്റെടുത്തില്ലല്ലോ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചത്, എൻ്റെ പ്രിയ പിതാവ് നിൽക്കുന്നതിന് ചുറ്റും ഒരു വെള്ള ലൈൻ വരച്ചിട്ടിരിക്കുന്ന റൗണ്ടിന്, അതിൽ നിന്നൊരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാൻ കഴിയാതെ എൻ്റെ പ്രിയ പിതാവ് അതിനകത്ത് നിൽക്കുന്നതാണ് ദൈവം എന്നെ കാണിച്ചു തന്നത്. ഞാൻ എൻ്റെ ഉമ്മയോട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്, ഇങ്ങനെ ദൈവം എന്നെ കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്തോ എന്നെനിക്കറിയില്ല. പക്ഷേ ചില ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയ പിതാവ് പാരലൈസ്ഡായി വീഴുവാനിടയായി തീർന്നു.
മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എൻ്റെ പ്രിയ പിതാവ് വീണു. കർത്താവിനെ വായുകൊണ്ട് തെറി വിളിച്ച വ്യക്തി കർത്താവിൻ്റെ രക്ഷ ഏറ്റെടുക്കാതെ നിത്യനാശകൂപത്തിന് അവകാശിയായി മാറുവാൻ ഇടയായി തീർന്നു. പാരലൈസ്ഡായി വീണ് കിടന്നിട്ട് ആ കിടക്കയിൽ തന്നെ പൊള്ളൽ സംഭവിച്ചു, ശരീരം പൊള്ളൽ സംഭവിച്ചു. അതിനുശേഷം പിന്നീട് മരണത്താൽ നീക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ ഇസ്ലാം മത വിശ്വാസപ്രകാരം അപ്പനോ അമ്മയോ മരണപ്പെട്ട് കഴിഞ്ഞാൽ മകനാണ് അതിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ വീട്ടിൽ എതിർപ്പ് മുഖാന്തരം ഞാൻ ഏകദേശം ഒരു 2.5 കിലോമീറ്റർ അപ്പുറത്തോട്ട് മാറി ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുക ആ സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് ജീവനം ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ എൻ്റെ കൂടെ പഠിച്ച ശ്യാം എന്ന് പറയുന്ന ഒരു പ്രിയ സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൽ ആ മരുന്നുകൾ മൂന്നാറുള്ള റിസോർട്ടുകളിൽ ഷോപ്പുകളിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ജോലിയിൽ ഞാൻ ഏർപ്പെട്ടിരുന്നു. ആ സമയത്ത് എനിക്ക് മൂന്നാറിലേക്ക് പോകേണ്ട സാഹചര്യം വന്നു ലോഡുമായി. അങ്ങനെ ഞാൻ മൂന്നാറിൽ പോയി. അപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിച്ചു, ഞാൻ സ്ഥലത്തുണ്ടായിരിക്കുമ്പോൾ എൻ്റെ പ്രിയ പിതാവ് മരിക്കരുത്. കാരണം ഞാൻ സ്ഥലത്തുണ്ടായിരിക്കുമ്പോൾ എൻ്റെ പ്രിയ പിതാവ് മരിച്ചാൽ ശേഷമുള്ള എല്ലാ കർമാചാരങ്ങളും ഞാൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചു, ഞാൻ നാട്ടിലുണ്ടായിരിക്കുമ്പോൾ എൻ്റെ പ്രിയ പിതാവ് മരണപ്പെടരുതേ. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ മൂന്നാറിലേക്ക് ജോലിക്ക് പോയി. 2 ദിവസം കൊണ്ട് തീർത്തിട്ട് നാട്ടിലേക്ക് മടങ്ങി വരേണ്ട ഞാൻ മനഃപൂർവ്വമായി 3 ദിവസത്തോളം അവിടെ വെയിറ്റ് ചെയ്തു. 3-ാമത്തെ ദിവസം രാത്രിയിൽ 12 മണി സമയത്താണ് ഞാൻ എൻ്റെ വാടക വീട്ടിലേക്ക് മടങ്ങി വന്നത്. രാത്രിയിൽ കിടന്നുറങ്ങി. രാവിലെ 6 മണി സമയമായപ്പോൾ എൻ്റെ ഫോൺ റിങ് ചെയ്തു. ഞാൻ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ഉമ്മയാണ്. മോനെ, വാപ്പ മരിച്ചു, പെട്ടെന്ന് നീ വീട്ടിലേക്ക് വാ എന്ന് എൻ്റെ ഉമ്മ എന്നോട് പറയുവാനിടയായി തീർന്നു. ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചു, കുഞ്ഞുങ്ങളെ വിളിച്ചുണർത്ത്, വാപ്പ മരണപ്പെട്ടു, നമുക്ക് വീട്ടിൽ പോകണം. എൻ്റെ ഭാര്യ നിലവിളിക്കുവാൻ തുടങ്ങി. എൻ്റെ കുഞ്ഞുങ്ങളത് കേട്ടു, അവർ കരയാൻ തുടങ്ങി. കാരണം മറ്റൊന്നുമല്ല, ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ ആ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് ഞാൻ ഒരാളാണ്. എൻ്റെ വിശ്വാസം കഠിനമായിരുന്നു. ഞാൻ ആഴമായി കർത്താവിൽ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ ദൈവഹിതമല്ലാത്ത ഒന്നും പ്രവർത്തിപ്പാൻ ഞാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അതെൻ്റെ വൈഫിനും എൻ്റെ കുഞ്ഞുങ്ങൾക്കും നന്നായി അറിയാമായിരുന്നതുകൊണ്ട് അവർ ഭയപ്പെട്ടു. ഇപ്രകാരം എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ കൊച്ചാപ്പന്മാരും മറ്റുള്ളവരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അവിടെ ഉണ്ടാകും. നമ്മളവിടെ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളെ കൊണ്ട് അവർ മറ്റ് കർമ്മങ്ങളൊക്കെ ചെയ്യിക്കാൻ വേണ്ടി താല്പര്യപ്പെടും. അപ്പോൾ നിങ്ങളത് ചെയ്യാതെ വരുമ്പോൾ അത് വലിയ പ്രശ്നത്തിന് കാരണമാവും. അവർ നമ്മുടെ തല വെട്ടുവാനിടയായി തീരും എന്ന് എൻ്റെ പ്രിയപ്പെട്ടവൾ പറയുവാനിടയായി തീർന്നു. ഞാൻ എൻ്റെ വൈഫിനോടും എൻ്റെ കുഞ്ഞുങ്ങളോടും ഇപ്രകാരം പറഞ്ഞു, എനിക്ക് ഭൂമിയിൽ ജനിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല, ഇനി അദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്തു പ്രശ്നം വന്നെങ്കിലും ഉണ്ടായാലും ഞാൻ എൻ്റെ പ്രിയ പിതാവിനെ കാണും. എനിക്കൊരു അന്ത്യചുംബനം എൻ്റെ പ്രിയ പിതാവിന് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെ അതിൽ കയറ്റിയിട്ട് ഞാൻ ഇപ്രകാരം അവരോട് പറഞ്ഞു, തല വെട്ടാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ തല നീട്ടിക്കൊടുത്തേക്കുക. തല വെട്ടിയിട്ടാലും ആ തല എടുത്തു വെച്ച് ജീവൻ തരാൻ കഴിയുന്നൊരു ദൈവമാണ് എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത് എന്നെൻ്റെ കുഞ്ഞുങ്ങളോടും പ്രിയപ്പെട്ടവളോടും പറഞ്ഞിട്ട് അവരെ സമാധാനപ്പെടുത്തി എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എൻ്റെ കൊച്ചാപ്പന്മാരുടെ കുഞ്ഞുങ്ങൾ, എൻ്റെ കൊച്ചാപ്പന്മാർ, മറ്റു ബന്ധുക്കളൊക്കെ ചേർന്ന് അവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കണ്ടപ്പോൾ എല്ലാവരും പിന്മാറി. ഇനി ചെയ്യേണ്ടത് ഞാനൊരാളാണ്. അപ്പോൾ എന്നോട് ബോഡി കുളിപ്പിക്കാനും ഒക്കെ എൻ്റെ കൊച്ചാപ്പന്മാർ വന്ന് പറയുകയും എനിക്ക് കഴിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞ് അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന സാഹചര്യമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത്. മറ്റൊന്നും കൊണ്ടല്ല, അപ്പനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. കാരണം അതിനേക്കാൾ വലിയൊരു അപ്പം എനിക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവഹിതമല്ലാത്ത പ്രവൃത്തികൾ, ആചാരങ്ങൾ, കർമാനുഷ്ഠാനങ്ങളൊന്നും നമ്മെ രക്ഷിക്കാൻ പര്യാപ്തമായ കാര്യമല്ല എന്നെനിക്ക് മനസ്സിലായപ്പോൾ അപ്രകാരമുള്ള പ്രവൃത്തികളൊക്കെ വെറും നിഷ്ഫലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറി നിൽക്കുവാൻ വേണ്ടിയാണ് ഞാൻ താല്പര്യപ്പെട്ടത്. എന്നാൽ എന്നെ കണ്ടുടനെ തന്നെ എൻ്റെ പ്രിയ മാതാവ് എഴുന്നേറ്റ് ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകൻ വന്നിട്ടുണ്ട്, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചെയ്തുകൊള്ളും, ആരും ഒന്നും ചെയ്യരുത് എന്ന്
പറയുവാനിടയായി തീർന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പിതാവിൻ്റെ ബോഡി അവിടെ കിടന്ന് നാറാതിരിക്കാൻ, ആ ബോഡി മറവ് ചെയ്യുന്നതിന് എത്ര രൂപ ചിലവുണ്ടോ അത് മുഴുവൻ ഞാൻ വഹിച്ചോളാമെന്ന് ആ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ് ഞാൻ മറ്റ് കർമാചാരങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുവാൻ ഇടയായി തീർന്നു. ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, ഏത് സമയവും അവസ്ഥകളെ നോക്കി വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഭൂരിപക്ഷത്തെയല്ല ദൈവത്തിന് ആവശ്യം. അവസ്ഥകൾ എങ്ങനെയാണെങ്കിലും വ്യവസ്ഥയെ മുറുകെ പിടിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ എൻ്റെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വിധത്തിലും എൻ്റെ പ്രിയ പിതാവിൻ്റെ ബോഡി മറവ് ചെയ്യുന്നതിന് ഞാൻ ദൈവഹിതമല്ലാത്ത ഒരു പ്രവൃത്തികൾ ചെയ്യുകയോ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങി വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് ജീവിക്കുകയോ ഒന്നും ചെയ്യാൻ ഇടയായി തീർന്നില്ല. സ്വർഗത്തിൽ ദൈവം എന്നെ ശക്തീകരിക്കുവാൻ, ബലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. മുന്നമേ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് കർത്താവ് എന്നെ അറിയിച്ചിരുന്നു. ദർശനങ്ങളിലൂടെ എനിക്ക് ദൈവം ദർശനങ്ങൾ തന്ന് വിഷയങ്ങളെ അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതെൻ്റെ ജീവിതത്തിൽ വലിയ ഉറപ്പും ധൈര്യത്തിനും കാരണമായി തീർന്നിരുന്നു. അങ്ങനെ തന്നെ ആ മരണസമയത്ത്, എൻ്റെ പിതാവിൻ്റെ മരണസമയങ്ങളിൽ അങ്ങനെ തന്നെ സംഭവങ്ങൾ നടക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ അവിടെയൊക്കെ എന്നെ കർത്താവ് കരുതുകയും എന്നെ വഴി നടത്തുവാനും ഇടയായി തീർന്നു. പിന്നീട് വാപ്പ മരണപ്പെട്ടു. പള്ളിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി, സമുദായത്തിൽ കൊണ്ടുപോയി. എന്നാൽ ഒരു കുഴിയുടെ ഒരു ഭാഗം മുഴുവൻ സമുദായക്കാരും ബന്ധുക്കളും ഇസ്ലാം മത വിശ്വാസികളുമായിരിക്കുന്നവരും, ആ കുഴിയുടെ അടുത്ത ഭാഗത്ത് ഞാൻ മാത്രം നിൽക്കുന്നതുമാണ് അന്നേരം എനിക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത്. മറ്റൊന്നുമല്ല, 2-2.5 അടി മാത്രം വീതി വരുന്നൊരു കുഴിയുടെ അപ്പുറവും ഇപ്പുറവും ഒരു ഭൂരിപക്ഷവും ഒരു ന്യൂനപക്ഷവും. സ്തോത്രം. ഞാൻ മനസ്സിലാക്കി, ന്യൂനപക്ഷമായി നിൽക്കുന്ന എന്നോടൊപ്പമാണ് കർത്താവ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനാണ് ഭൂരിപക്ഷമെന്ന് എനിക്ക് മനസ്സിലാകുകയും ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയിൽ നിന്ന് വേറിട്ട് നിൽക്കുവാൻ സ്വർഗത്തിൽ ദൈവം എന്നെ ശക്തീകരിക്കുവാൻ ഇടയായി തീരുകയും ചെയ്തു. ആമേൻ, സ്തോത്രം. അതിനുശേഷം എൻ്റെ മാതാവിനോടും സഹോദരങ്ങളോടും ഒക്കെ എനിക്ക് വളരെയേറെ സ്നേഹം ഉണ്ടായി. കാരണം വെച്ചാൽ വാപ്പ മരണപ്പെട്ടു, ഇനി ഉമ്മായുണ്ട്, സഹോദരങ്ങളുമുണ്ട് എന്നുള്ള ആ ഒരു നിലവാരത്തിൽ ഞാൻ അവരെയൊക്കെ വളരെ സ്നേഹിക്കുകയും അവരോടൊക്കെ കൂടുതൽ അടുത്ത് സഹകരിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ മൂത്ത സഹോദരി ഇപ്രകാരം പറയാൻ ഇടയായി തീർന്നു: വീടും വസ്തുവും ഒക്കെ അവൻ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉമ്മയെ ഇത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയൊക്കെ ചെയ്യുന്നതെന്ന് എൻ്റെ മൂത്ത സഹോദരി പറയുവാനിടയായി തീർന്നു. അങ്ങനെ അവർ സഹോദരിമാർ തമ്മിൽ സംസാരിക്കുകയും പിന്നത്തേതിൽ എൻ്റെ ഉമ്മ എന്നെ വിളിച്ച് കാര്യം അറിയിക്കുകയും അതിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയുവാനിടയായി തീരുകയും ചെയ്തു. ഞാൻ ഒരു ഞായറാഴ്ച ദിവസം കർത്താവിനെ ആരാധിച്ചിട്ട് നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മയുടെ കോള് വന്നു. അവരെല്ലാവരും ഇവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വാ എന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്തേക്ക് ചെന്നു, വീട്ടിലേക്ക് ചെന്നു. ഞാൻ പോകുമ്പോൾ തന്നെ ഒരു ബ്ലാങ്ക് പ്രമാണം രജിസ്റ്റർ ഓഫീസിൽ നിന്ന് വാങ്ങി അത് സൈൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത്. എന്നെ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങളും മറ്റുള്ളവരും ഒക്കെ എന്നോട് പിണങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം വസ്തുവിന് വേണ്ടി, വീട്ടിന് വേണ്ടിയൊക്കെ അവരുമായി മല്ലടിക്കുമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ തിരിച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി അതിനുള്ള പുറപ്പാടോടുകൂടിയാണ് അവരവിടെ സന്നദ്ധരായിരുന്നത്. എന്നാൽ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ എനിക്ക് ഇവിടെ നശിച്ചു പോകുന്ന ഈ വസ്തുവിന് വേണ്ടിയോ വീടിന് വേണ്ടിയോ മറ്റൊന്നിനു വേണ്ടിയോ ആരെയും വെറുപ്പിക്കാനോ ആരോടും സംസാരിക്കാനോ ശണ്ട കൂടാനോ ഒന്നും താല്പര്യമില്ലായിരുന്നു. ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങൾ എന്നോട് മിണ്ടാതെ മുഖം പോലും തരാത്ത അവസ്ഥയിൽ മാറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. എൻ്റെ ഉമ്മയോട് ഞാൻ ചോദിച്ചു, കാര്യം എന്താണ്, എന്തിനാണ് എന്നെ വിളിച്ചത്? എൻ്റെ ഉമ്മ എന്നോട് കാര്യം പറഞ്ഞു. ഈ വസ്തുവും വീടും നിനക്ക് തരത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. നീ ഈ ഇസ്ലാം മത വിശ്വാസം വിട്ട് ക്രിസ്തുവിനെ വിശ്വാസത്തിലേക്ക് പോയതുകൊണ്ട്, ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പോയതുകൊണ്ട് വീട്ടിനും വസ്തുവിനും ഒന്നും നിനക്ക് അവകാശമില്ലെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് അത് തരാൻ കഴിയത്തില്ലെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇത്രയേ ഉള്ളൂ, അതിന് സാരമില്ല. ഞാൻ ആ ബ്ലാങ്ക് പ്രമാണം എൻ്റെ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, എനിക്ക് എൻ്റെ കാലിൽ ചെരുപ്പിൻ്റെ അടിയിൽ പറ്റുന്ന മണ്ണ് പോലും ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകത്തില്ല. എനിക്കിതൊന്നും വേണ്ട. കാരണം ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ചെരുപ്പിൻ്റെ അടിയിൽ പറ്റുന്ന മണ്ണ് പോലും വേണ്ട. ഉമ്മയുടെ ഇഷ്ടം പോലെ ആർക്കാണെന്ന് വെച്ചാൽ എഴുതി കൊടുത്തോ എന്ന് പറഞ്ഞ് പ്രമാണം സൈൻ ചെയ്ത് കൊടുക്കുവാനും പിന്നത്തേതിൽ അത് രജിസ്റ്റർ ചെയ്ത് എൻ്റെ പ്രിയ മാതാവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കുവാനും സ്വർഗത്തിൽ ദൈവം എന്നെ ബലപ്പെടുത്തി ശക്തീകരിപ്പാൻ ഇടയായി തീർന്നു.
എന്നിട്ട് ഞാൻ എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ ഉമ്മായോടും യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ച് ഞാൻ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് ഇടയായിത്തീർന്നു. അവിടെ നിന്ന് ഇറങ്ങിയ ഞാൻ കർത്താവിൻ്റെ വേല ഇന്ന് തെരുവോരങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പല വീടുകൾ കയറിയിറങ്ങി, പല വീടുകൾ മാറി മാറി താമസിച്ചു. 13ാമത്തെ വീട്ടിലാണ് ഇന്ന് ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ 3 കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. മൂത്ത മകൻ അല്ലമീൻ +2 പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ അല്ലമാൻ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. മൂന്നാമത്തെ ആൾ അമൽ 3ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ അവർക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം ഞങ്ങൾ ഒരുമിച്ച് തെരുവോരങ്ങളിൽ, ദേശങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ കടന്നു ചെന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത രക്ഷയുടെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ മൂത്ത മകനെയും ദൈവം അതിനായിട്ട് ഉപയോഗിക്കുന്നു. മറ്റു കുഞ്ഞുങ്ങളെ പാടുവാനും ട്രാക്റ്റ് വിതരണം ചെയ്യുവാനും ഞങ്ങളെ ദൈവം കർത്താവ് അങ്ങനെ കരങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അനേക ആത്മാക്കളെ ദൈവം ഞങ്ങൾക്ക് നൽകുവാൻ ഇടയായി തീർന്നു. ഈ സുവിശേഷം അറിയിക്കുന്നത് നിമിത്തം ഏകദേശം 200-ൽ പരം ആളുകൾ കർത്താവിൻ്റെ രക്ഷയിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഉപയോഗിച്ചു, ഞങ്ങളെ ഉപയോഗിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ആത്മീയ സന്തോഷത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീർന്നു. ഇന്നും ദൈവം ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ക്രൈസ്റ്റ് ബ്ലസ്സസ് ടെലിവിഷൻ ചാനലിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരുടെ വിലയേറിയ പ്രാർത്ഥനയെ ഇത്തവണത്തിൽ ഞാൻ ചോദിക്കുകയാണ്. വളരെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കടന്നു വരും. അവിടെയൊക്കെ സംയമനം പാലിച്ചുകൊണ്ട്, അവിടെയൊക്കെ ക്രിസ്തു എന്ന ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങൾ ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തെ ഓർത്ത്, തലമുറകളെ ഓർത്ത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളെ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഉറപ്പും ധൈര്യമുള്ളവരായി മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യത്തിൽ നിന്ന് പിന്മാറുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.